everyone, welcome back to Xylem Learning. Arunama ആണ്. അപ്പോൾ USSന് വേണ്ടി എല്ലാവരും തയ്യാറെടുക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. നിങ്ങളോട് സ്കൂൾ തുറന്ന സമയം മുതലേ ഞങ്ങൾ പറയുന്ന ഒരു കാര്യമാണ്, നല്ലപോലെ ഓണപരീക്ഷയ്ക്കും ക്രിസ്മസ് എക്സാമിനും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, മാർക്ക് സ്കോർ ചെയ്യണം. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് USS എക്സാമിന് നിങ്ങളെ സെലക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഓരോ ടോപ്പിക്കുകളും നമ്മൾ നോക്കുകയാണെങ്കിൽ USSന് വളരെ സ്പെസിഫിക് ആയിട്ട് ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നിങ്ങളുടെ ലാസ്റ്റ് ചാപ്റ്ററിൽ വരുന്ന പാസ്ചറൈസേഷൻ എന്നുള്ള ഒരു ടോപ്പിക്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പാസ്ചറൈസേഷനും അതുപോലെ പ്രീവിയസ് ഇയറിലൊക്കെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്നതെന്നാണ്. അപ്പൊ നമുക്ക് നോക്കാം. നമ്മൾ USS പഠിക്കുന്ന സമയത്ത് സേഫ് ഫുഡ് എന്നുള്ള ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ, ദാറ്റ് ഈസ് പാസ്ചറൈസേഷൻ. എത്ര പ്രാവശ്യം പാസ്ചറൈസേഷൻ എന്ന ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം പഠിക്കാതെ ആരും പരീക്ഷയ്ക്ക് പോകരുത്. പാസ്ചറൈസേഷൻ ആരാണ് കണ്ടുപിടിച്ചത്, പാസ്ചറൈസേഷൻ എന്തിനൊക്കെയാണ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള നിരവധി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് 1 by 1 ആയിട്ട് ഇത് പഠിക്കാം. മാത്രമല്ല നിങ്ങൾ ഇതിൽ കാണുന്ന ഒരു സെന്റൻസ് പോലും സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഈ സെന്റൻസുകൾ അടക്കം ചോദ്യങ്ങളായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് പാസ്ചറൈസേഷൻ എന്നുള്ളത് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ പാല് പാല് കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മാർഗമാണ് പാസ്ചറൈസേഷൻ. നിങ്ങൾക്കറിയാം നിങ്ങളുടെ വീട്ടിൽ പശുവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, രാവിലെ കറന്നു കഴിഞ്ഞാൽ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, പാല് കേടായി പോകുന്നത് കാണാറുണ്ട്. പെട്ടെന്ന് കേടുകൂടാനുള്ള സാധ്യത ആർക്ക് കൂടുതലാണ്? ഈ പാലിന് സാധ്യത കൂടുതലാണ്. ഇനിയിപ്പോ നമ്മുടെ വീട്ടില് പശു ഒന്നുമില്ല, അത്തരത്തിൽ വേറെ പറയുന്ന നമുക്ക് പാലൊന്നും പെട്ടെന്ന് കിട്ടാനും സാധ്യതയില്ല എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ആശ്രയിക്കുന്ന ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് മിൽമ, നന്ദിനി, ഗുഡ് ലൈഫ് പോലുള്ള പാക്കറ്റ് പാലുകളെയാണ്. നിങ്ങളുടെ എല്ലാവരുടെയെങ്കിലും വീട്ടിൽ ഈ പറയുന്ന പാലിന്റെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാവും. പാല് മാത്രമല്ല, പാലിന്റെ കുറേ പ്രോഡക്ട്സുകൾ ബട്ടർ, ചീസ്, നെയ്യ്, ഇങ്ങനെ കുറേ പാൽ ഉൽപ്പന്നങ്ങൾ നമ്മുടെയൊക്കെ വീട്ടിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും പാല് പെട്ടെന്ന് കേടുമായി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഇത്രയും ആവശ്യങ്ങൾക്ക് വേണ്ടി പാലിനെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുക? അങ്ങനെയുള്ള ചോദ്യത്തിന്റെ ആൻസർ ആണ് ഈ പാസ്ചറൈസേഷൻ എന്ന് പറയുന്ന ടെക്നിക്. എന്താണ് ഈ പാസ്ചറൈസേഷൻ എന്നുള്ള ടെക്നിക്ക്? ശ്രദ്ധിക്കണേ നിങ്ങൾ. നമ്മൾ പാലെടുത്തിട്ടതിന് ശേഷം 15 മുതൽ 30 സെക്കൻഡ് വരെ 70 ഡിഗ്രി സെൽഷ്യസിൽ പാൽ എന്ത് ചെയ്യുക, ചൂടാക്കുക. അപ്പൊ 15 മുതൽ 30 സെക്കൻഡ് വരെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പാല് ചൂടാക്കേണ്ടത്. ഏകദേശം എത്ര ടെമ്പറേച്ചർ വേണ്ടത്? ഒരു 70 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ഇങ്ങനെ ചൂടാക്കുക. അങ്ങനെ ചൂടാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് ആ പാലിനെ അങ്ങ് തണുപ്പിക്കാം. ഒരു 70 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കി 10, 15, 20, 30 സെക്കൻഡിനടുക്ക് ചൂടാക്കി കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, അതിനെ തണുപ്പിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ തണുപ്പിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, പാലിലുള്ള സൂക്ഷ്മജീവികളുടെ കോശസ്തരം അതിവേഗത്തിലുള്ള താപവ്യതിയാനം മൂലം പൊട്ടിപ്പോകുന്നു. ഇത്രയും മനസ്സിലാക്കാം. നേരത്തെ നമ്മൾ ടെക്നിക്സിൽ എന്തായിരുന്നു പഠിച്ചത്? അതായത് ഇപ്പൊ ഒരു മാങ്ങ ഉപ്പിലിട്ട് വെക്കുമ്പോൾ എന്തായിരുന്നു സംഭവിച്ചിരുന്നത്? മാങ്ങയ്ക്ക് അകത്തുള്ള വെള്ളം അല്ലെങ്കിൽ പുഴുവിന്റെ അകത്തുള്ള വെള്ളം കോൺസെൻട്രേഷൻ കൂടിയ ഉപ്പുവെള്ളം, അതായത് ഗാഢത കൂടിയ ഉപ്പുവെള്ളം ഉള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ ഉള്ളിൽ നിന്നുള്ള വെള്ളം എന്ത് ചെയ്യും, ഈ ഉപ്പുവെള്ളത്തിലേക്ക് പോകും. ഇത് നേരെ വിപരീതമായിട്ട് ആ ഒരു പ്രോസസ്സ് അല്ല. പക്ഷെ എങ്ങനെ ഇവിടെ പ്രോസസ്സ് നടക്കുന്നത്? അതായത് നമ്മൾ പെട്ടെന്ന് ചൂടാക്കുന്നു, പെട്ടെന്ന് തണുപ്പിക്കുന്നു. അപ്പൊ ഈ ഒരു ടെമ്പറേച്ചറിലുള്ള മാറ്റം ആർക്ക് മനസ്സിലാവൂല? സൂക്ഷ്മജീവിക്ക് മനസ്സിലാവൂല. അത് എന്ത് ചെയ്യും, അതിന്റെ കോശസ്തരത്തിന് അത് അതിജീവിക്കാനുള്ള കഴിവുമില്ല. അതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യും, ചത്തുപോകും. അങ്ങനെ അവ നശിച്ചു പോകുന്നു. നോക്കിക്കേ, നിങ്ങൾ എടുത്ത് കൃത്യമായിട്ട് പഠിച്ചോ. ദ സെൽ മെംബ്രെയിൻ ഓഫ് ദ മൈക്രോ ഓർഗാനിസം റപ്ചേഴ്സ് ഡ്യൂ ടു ദ സഡൻ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. എന്തുകൊണ്ടാണ് റപ്ചർ ആയി പോകുന്നത്? അതിന്റെ സഡൻ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ദസ് ദേ ആർ ഡിസ്ട്രോയ്ഡ്. ദിസ് മെത്തേഡ് ഓഫ് പ്രിസർവിംഗ് liquid substance was developed by French scientist Louis Pasteur. അപ്പോൾ ലൂയി പാസ്റ്ററിനെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ലൂയി പാസ്റ്റർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് പെപ്പട്ടി പക്ഷിബാധയ്ക്കെതിരെയുള്ള വാക്സിൻ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. ഇപ്പോഴും റാബിസ് എന്ന് പറയുന്ന രോഗം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. അപ്പൊ രോഗം വരാതെ നോക്കുക എന്നുള്ളത് മാത്രമേ അതിനൊരു പ്രതിവിധിയുള്ളൂ. അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, തെരുവുനായ ശല്യമൊക്കെ ഭയങ്കരമായിട്ട് കൂടുതലാണ്. അപ്പോൾ റാബിസ് വാക്സിൻ കണ്ടുപിടിച്ചത് ആരാണ്? ലൂയി പാസ്റ്റർ ആണ്.
ആണ്. ലൂയിസ് പാസ്റ്റർ വാസ് എ സയന്റിസ്റ്റ് ഹു കൺട്രിബ്യൂട്ടഡ് മച്ച് ടു ദ ഫീൽഡ് ഓഫ് സയൻസ്. സയൻസ് എന്ന് പറയുമ്പോൾ മൈക്രോബയോളജി, മൈക്രോ ഓർഗാനിസത്തെ കുറിച്ച് പഠിക്കുന്ന മൈക്രോബയോളജി വലിയ വലിയ രീതിയിലുള്ള സംഭാവനകൾ നൽകിയ സയന്റിസ്റ്റ് ആണ് ലൂയി പാസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ല ഇവിടെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. ആഹാര സാധനങ്ങൾ ഉയർന്ന താപനിലയിൽ ചൂടാക്കിയ ശേഷം പെട്ടെന്ന് തണുപ്പിക്കുന്നു. ഈ പ്രക്രിയ അറിയപ്പെടുന്നത് ബ്ലാഞ്ചിങ്, സ്റ്റെറിലൈസേഷൻ, തായിങ്, പാസ്ചറൈസേഷൻ. ഇങ്ങനെ തന്നു കഴിഞ്ഞാലും എഴുതാൻ അറിയണം ഏതാണ് പാസ്ചറൈസേഷൻ അല്ലെ. Food items are heated to high temperatures and then cooled quickly. This process is known as, എന്താണ് ഈ പ്രോസസ്സിന്റെ പേര്? പാസ്ചറൈസേഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നോക്കണേ. പാസ്ചറൈസേഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വരും. 70 ഡിഗ്രി സെൽഷ്യസിൽ 30 സെക്കൻഡ് വരെ പാൽ ചൂടാക്കിയ ശേഷം 10 ഡിഗ്രി സെൽഷ്യസിലേക്ക് പെട്ടെന്ന് തണുപ്പിക്കുന്നു. ഈ താപവ്യതിയാനം മൂലം പാലിലെ സൂക്ഷ്മജീവികളുടെ കോശസ്തരം പൊട്ടുകയും അവ നശിക്കുകയും ചെയ്യുന്നു. വൈൻ, പഴച്ചാറുകൾ എന്നിവയിലും ഈ പ്രവർത്തനം സാധ്യമാണ്. ഇത് രണ്ടും നിങ്ങൾ അങ്ങ് എഴുതും. പക്ഷെ മൂന്നാമത്തത് നിങ്ങൾ പലർക്കും കൺഫ്യൂഷൻ ആവും അല്ലെ. അതായത് വൈന്, ജ്യൂസ്, ഇതിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. തീർച്ചയായിട്ടും ഇതിലും നമുക്ക് എന്ത് ചെയ്യാം? പാലിന് മാത്രമല്ല ഈ മെത്തേഡ് എന്ത് ചെയ്യാം? ഇതിലും യൂസ് ചെയ്യാം. സോ ആൻസർ എന്ന് പറയുന്നത് ABC മൂന്നും എന്ത് തന്നെയാണ് മക്കളെ? ശരിയായിട്ടുള്ള ആൻസർ ആണ്. അപ്പൊ ഇത്രയും ക്ലിയർ ആയിട്ട് നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? എഴുതാൻ പറ്റണം. അപ്പൊ അടിപൊളിയായിട്ട് ഇതേപോലെ എന്ത് ചോദ്യങ്ങൾ വന്നാലും എഴുതുന്ന രീതിയിൽ എല്ലാവരും പഠിച്ചു വെക്കാം. ക്ലിയർ അല്ലേ?